Hi, good evening all. ഞാൻ സുലേഖ ഫ്രം ലക്ഷദ്വീപ്. ട്രെയിനിലെ 12ാമത്തെ ബാച്ചിലാണ് ഞാനുള്ളത്. വിംബിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ട്രെയിനേഴ്സ് ടോൾക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു വരണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. ടീച്ചിങ് ഫീൽഡിലായിരുന്നു. പക്ഷെ അതിൽ നിന്നുകൊണ്ട് തന്നെ ട്രെയിനിങ് മേഖലയാണ് കൂടുതൽ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് പൊന്നാനി സ്വദേശിയായിരിക്കുന്ന റുബീന മാമാണ്. ലിറ്ററേച്ചർ, ഗ്രാഫിക്സ്, വെബ് ഡിസൈനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിപ്ലോമ ഹ്യൂമൻ സൈക്കോളജി എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച മാമിനെയാണ് നമുക്ക് ഇന്ന് ടോപ്പിക് അവതരിപ്പിക്കാൻ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ടോപ്പിക് വരുന്നത് കുട്ടികളും ഉറക്കവും എന്നതാണ് ടോപ്പിക്. ഇതിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മാമിനെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. ഈ സെക്ഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ മാസ്റ്റർ ട്രെയിനർ ആയിരിക്കുന്ന ഫൈസൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സുലേഹ ബി. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ പറഞ്ഞു വെച്ചത്. സോ നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിന്റെ 20ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇപ്പോൾ ആരംഭിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ ഓരോ ദിവസവും നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞ ട്രെയിനർമാർ ഇവിടെ അവതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് റുബീന മാമാണ് നമ്മളോട് സംസാരിക്കുന്നത്. കുട്ടികളുടെ ഉറക്കവും ഉണർച്ചയും എന്നുള്ള ഒരു പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളുടെ ഉറക്കം മാത്രമല്ല അല്ലെ, വലിയവരുടെ ഉറക്കം ഇന്നത്തെ കാലത്ത് പ്രശ്നത്തിലാണ്. അപ്പൊ പിന്നെ വലിയ ആളുകളുടെ ചുവട് പിടിച്ചിട്ടായിരിക്കുമല്ലോ കുട്ടികളും ഉറങ്ങുന്നതും അതേപോലത്തെ പിന്നെ നേരത്തെ എഴുന്നേൽക്കുന്നതും ഒക്കെ. സോ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും റുബീന മാം കൈകാര്യം ചെയ്യുന്നത്. മാം ഈ ഒരു വിഷയത്തിൽ ക്വാളിഫൈഡ് ആണ് എന്നുള്ളത് നേരത്തെ ഇവിടെ വെൽക്കം സ്പീച്ചിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. സോ എല്ലാവരും സെഷനുകൾ നന്നായി ശ്രവിക്കുക, ആവശ്യമുള്ളവരൊക്കെ നോട്ട് ചെയ്യുക. കാരണം ഇതിൽ ചിലപ്പോൾ പാരന്റിങ് ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ടാകും. അതല്ലെങ്കിൽ നമുക്ക് ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് പാരന്റിങ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സ്കൂളുകളിൽ അതേപോലെ തന്നെ മറ്റു കമ്മ്യൂണിറ്റികളിലൊക്കെ നമുക്ക് ട്രെയിനിങ് എടുക്കാൻ കിട്ടും. അപ്പൊ ഏതൊരു സമയത്തും ഏതൊരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നാണ് നോളജ് കിട്ടുക എന്നുള്ളത് നമ്മൾ നോക്കിയെടുക്കേണ്ടത് അല്ലെ. ഇത്ര വലിയ ആളുകളായിട്ടും കാര്യമില്ല, നമുക്ക് ചിലപ്പോൾ എവിടെ നിന്നാണ് ഒരു നോളജ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എവിടെ നിന്നാണ് നോളജ് കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ നോർമലി എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഞാൻ എപ്പോഴും എൻ്റെ മൊബൈലിന്റെ നോട്ടിലാണ് ഞാൻ സേവ് ചെയ്ത് വെക്കുക. എവിടെ നിന്നാണോ ഏത് സമയത്താണോ, ചിലപ്പോൾ ഒരു റീല് കാണുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടുക, അതപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും വായിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കാണുന്നതായിരിക്കും. അങ്ങനെ തുടങ്ങി എന്തും നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ നോട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. എന്നാലേ നമുക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് അത് കൺവേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇന്നത്തെ ഒരു മനോഹരമായിട്ടുള്ള സെഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി റുബീന മാമിനെ സ്വാഗതം ചെയ്യുന്നു. മാം പ്ലീസ്. Thank you Faisal sir. Also thank you Suleha ma'am. സർ പറഞ്ഞതുപോലെ പാരന്റിങ് ക്ലാസിന്റെ ഭാഗമായിട്ട് എന്ന് പറയാം ഈ ഒരു വിഷയത്തെ. നമ്മൾ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തതിന്റെ മുന്നേ ആയിട്ട് പാരന്റിങ് എന്താണ് എന്ന് ചെറിയ രീതിയിൽ പറഞ്ഞു വെക്കാൻ ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു ഇന്ററാക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, എവിടെ മുതലാണ് പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യോ? ബുദ്ധി വയറ്റിലുള്ളപ്പോൾ തന്നെയെന്നാണ്. ഓക്കെ, എനി അതർ ആൻസേഴ്സ്? യെസ് മാം. കുട്ടി എപ്പോഴാണോ ജനിക്കുന്നത് അപ്പോൾ മുതൽ സ്റ്റാർട്ട് ആവുന്നു. എപ്പോഴാണോ ഒരു ഡെലിവറി, അതായത് ഒരു പ്രസവം നടക്കുന്നു, അപ്പോൾ തുടങ്ങി ശരിക്കും പാരന്റിങ് നടക്കുന്നുണ്ട്. ശരിക്കും അപ്പോഴല്ല, പ്രഗ്നൻസി ആവുമ്പോൾ തുടങ്ങി വികാരങ്ങളെ പാരന്റിങ്ങിലേക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആ സ്ത്രീയുടെ വികാരങ്ങൾ ശാരീരിക, മാനസിക, ബ്രെയിൻ തലത്തിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നല്ല വിചാരങ്ങൾ, ഭക്ഷണം മാത്രം അല്ലെങ്കിൽ ചോദിക്കുന്ന കൊടുക്കുന്നത് നല്ല കാര്യം, അത് അതിനേക്കാൾ ഉപരി അതിന് നല്ലൊരു പ്ലസന്റ് മൈൻഡ് ഉണ്ടാക്കി കൊടുക്കുക, സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക.
നല്ല ഫുഡ് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. പ്ലസന്റ് ആയിരിക്കുക, ഫാമിലി നല്ലതായിരിക്കുക, എപ്പോഴും മൊബൈല് മറ്റു കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനും കൂടുതൽ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. അത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു കൊച്ചിനും നല്ലൊരു ബ്രെയിനും നല്ലൊരു എല്ലാ തരത്തിലും നന്മയിലേക്ക് വരാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ഫോർ ദ ആൻസേഴ്സ്. ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട്, അതായത് നമ്മൾ പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നിടത്ത് നിന്ന് വേണം നമ്മൾ പാരന്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ എന്ന് പറയുകയാണ്. കാരണം നമുക്ക് കിട്ടുന്ന പാർട്ട്ണർ എങ്ങനെയാണോ അത് നമ്മുടെ കുട്ടിയെ എഫക്റ്റ് ചെയ്യും എന്ന് വേണം പറഞ്ഞു വെക്കാൻ. നമ്മൾ നല്ലൊരു പാർട്ട്ണറെ ചൂസ് ചെയ്തു, നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു. വീണ്ടും നമ്മൾ പ്രഗ്നൻസിയെ പറ്റി ചിന്തിക്കുമ്പോഴും കൺസീവ് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് രണ്ടുപേരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ട് വേണം ഒരു കുഞ്ഞ് പിറക്കാൻ. അല്ലെങ്കിൽ അത് ഒരു ബാധ്യതയായിട്ട് തോന്നാം. പ്രത്യേകിച്ചും ന്യൂ ജനറേഷനിലൊക്കെ അങ്ങനെയാണ് കുട്ടികൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി പീരീഡിൽ ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്തിട്ട് വേണം പ്രഗ്നന്റ് ആവാൻ. ഇനി പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ ഹാപ്പിയായി ഡെലിവറി കഴിഞ്ഞു, ഡെലിവറിക്ക് ശേഷം ആണല്ലോ കുഞ്ഞിനെ പറ്റിയുള്ള നമ്മൾ ചർച്ച വരുന്നത് അവിടെ തൊട്ടാണ്. 2 വീക്സ്, ഫസ്റ്റ് 2 വീക്സ് ഡെലിവറി കഴിഞ്ഞ ഫസ്റ്റ് 2 വീക്സ് കുഞ്ഞിനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ആ ഒരു പുതിയ അമ്മമാരാണെങ്കിൽ പ്രത്യേകിച്ചും ആ ഒരു ഷെഡ്യൂളിലേക്ക്, ആ ഒരു റൊട്ടീനിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ, അമ്മമാർക്കാണെങ്കിലും രാത്രി കുട്ടികൾ കരയുമ്പോൾ അമ്മമാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അവരാദ്യമായിട്ടാണ് ഇത് അറിയുന്നത്, ഉറക്കം പോകുന്ന അവസ്ഥ. ഈ ആദ്യത്തെ 2 ആഴ്ചേനെ നമ്മൾ വിളിക്കുന്നത് ബേബി ബ്ലൂസ് എന്നാണ്. ഈ ബേബി ബ്ലൂസിന് ശേഷവും അമ്മമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ തോന്നുന്ന ഒരവസ്ഥയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. നമുക്കൊക്കെ അറിയാം, 6 മാസമുള്ള കുട്ടിയാണെങ്കിലും ഇനിയിപ്പോ 60 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും, ഇനി പഠിക്കുന്ന കുട്ടികളിലാണെങ്കിൽ അക്കാഡമിക് ലെവലിലും അത് അവരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഉറക്കം എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു? കുട്ടികൾ ഒരു ദിവസം എത്ര ഉറങ്ങണം എന്നുള്ളതിനെ പറ്റിയും, അതുപോലെ തന്നെ ഉറക്കക്കുറവ് മൂലം കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും പ്രശ്നങ്ങളെ പറ്റിയിട്ടും നല്ല ഉറക്കം ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടും, അതേപോലെ നല്ല ഉറക്കം കുട്ടികൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്സ് നമുക്ക് സ്വീകരിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടും, അതേപോലെ തന്നെ ഉറക്കം മാത്രമല്ല കുട്ടികളുടെ ഉണർച്ച, അതിനെ പറ്റി കൂടിയും നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല മാനസിക ആരോഗ്യത്തിന് വളരെ വളരെ അത്യാവശ്യമാണ് ഉറക്കം എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവുള്ള കുട്ടികളിൽ സ്വഭാവ സംബന്ധമായിട്ടും പെരുമാറ്റ സംബന്ധമായിട്ടും ഉള്ള പ്രോബ്ലംസ് ഉണ്ടാവുമെന്നും പറഞ്ഞു. പക്ഷെ പലപ്പോഴും പാരൻസ് കുട്ടികളുടെ ഉറക്കത്തിന് അത്ര തന്നെ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു പക്ഷെ പഠനത്തിന് കൊടുക്കുന്ന അതേ ലെവലിൽ, അതേ പ്രാധാന്യത്തോടു കൂടി ഉറക്കത്തെ കാണേണ്ടതുണ്ട്. ഈ നമ്മൾ പഠനത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ ഉറക്കത്തിനും കൊടുക്കേണ്ടതുണ്ട്. ഇനി നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ തന്നെ അവനൊരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്നതാണ് ആത്മഹത്യാ പ്രവണതകൾ കുട്ടികളിൽ. അതൊക്കെ ഈ ഉറക്കം നന്നായി കിട്ടുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കിതൊക്കെ കുറച്ചു കൊണ്ടുവരാം. ഈ പഠിക്കുന്ന കുട്ടികളിലാണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം കുട്ടികളിൽ 15% മുതൽ 30% വരെയുള്ള കുട്ടികളിൽ ഉറക്കക്കുറവ് കൊണ്ട് ബുദ്ധിമുട്ടുകൾ, അതായത് ടെൻഷൻസ്, ഡിപ്രഷൻസ് പോലുള്ള കാര്യങ്ങൾ
മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മാതാപിതാക്കള് ഈ ഒരു ഉറക്കത്തിന്റെ കാര്യത്തില് ഓരോ കുട്ടികളും ഇത്ര പ്രായത്തിലുള്ള കുട്ടികൾ ഇത്ര ഉറങ്ങണം, നിർബന്ധമായും ഇത്ര മണിക്കൂർ അവർ ഉറങ്ങണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു അവെയർ ആയിരിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ ഇതിനിടയിൽ സൂചിപ്പിക്കുകയാണ്. ആ സമയത്തിന്റെ ക്രമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഉറക്കക്കുറവ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ശാരീരികമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാം, രോഗപ്രതിരോധ ശേഷി കുറയും. ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോൾ നമുക്കൊക്കെ അറിയാം കുട്ടികൾക്ക് അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. അതേപോലെ തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് ക്ഷീണം വരിക, ഭക്ഷണം കഴിച്ചാൽ ക്ഷീണം, അല്ലെങ്കിൽ കളിച്ചാൽ ക്ഷീണം, പഠിച്ചാൽ ക്ഷീണം, അങ്ങനെ ശാരീരികമായിട്ടുള്ള ഊർജം കുറയുക കുട്ടികളിൽ. അതും ഈ ഉറക്കക്കുറവിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ നമുക്കൊക്കെ അറിയാം, ദഹനത്തിന് നമ്മൾ ഉറങ്ങണം. രാത്രിയിലെ ഉറക്കം വളരെ പ്രധാനമാണ്. വയറിന്റെ പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് കാരണം കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഗ്യാസ്, ഇടയ്ക്കിടയ്ക്കുള്ള വയറുവേദന, ദഹനക്കുറവ്, അങ്ങനെയുള്ളതൊക്കെ വരാം. ഇനി നമ്മൾ മാനസികമായിട്ടുള്ള തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഉറക്കക്കുറവ് കാരണം കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും കാണാറുണ്ട് ദേഷ്യം, വാശി, സങ്കടം, അതേപോലെ തന്നെ ടെൻഷൻ വരും, വിഷാദരോഗം വരും, ആത്മഹത്യാ പ്രവണതകൾ കൂടും. ഇനി നമ്മൾ അക്കാഡമിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷനും മെമ്മറിയും ഒക്കെ കുറയും. അങ്ങനെ കോൺസെൻട്രേഷനെയും മെമ്മറിയെയും ഒക്കെ ബാധിക്കുമ്പോൾ ഇത് രണ്ടും കുറഞ്ഞു കഴിയുമ്പോൾ കുട്ടികൾക്ക് അവർക്ക് വേണ്ടത് റീകോൾ ചെയ്യാൻ പറ്റാതെ, അവർക്ക് അത് ഓർത്തെടുക്കാൻ പറ്റാതെ, അതിന് കഴിയാതെ വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഇതിൽ കണ്ടുവരുന്നതാണ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയും. അതും ഒരു പരിധിവരെ ഈ ഉറക്കക്കുറവ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഓരോ കുട്ടികളും ഓരോ ഏജിലുള്ള കുട്ടികളും എത്രയാണ് ഉറങ്ങേണ്ടത് എന്ന് പാരൻസ് കൃത്യമായി അറിഞ്ഞിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പാരൻസ് മിക്കവാറും വീടുകളിൽ അമ്മ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ അച്ഛൻ ഉറങ്ങുന്ന സമയത്തേക്ക് കുട്ടിയുടെ ഉറക്കം നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അതായത് അമ്മയുടെയും അച്ഛൻ്റെയും ജോലികളൊക്കെ തീർത്ത് വരുന്ന സമയത്തേക്ക് കുട്ടിയുടെ ഉറക്കത്തെ നീട്ടിക്കൊണ്ടുപോവുക. അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കുട്ടികൾ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഒരു 8 മണിയാവുമ്പോഴേക്കും, 1 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൃത്യമായിട്ടും ഒരു 8 മണി എന്നതിലപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. 1 വയസ്സെന്നല്ല, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ തന്നെ നമ്മൾ 8 മണിയാവുമ്പോഴേക്കും ഉറക്കേണ്ടതാണ്. ഇപ്പൊ സമയത്തിന്റെ ക്രമം പറയുകയാണെങ്കിൽ, നമ്മൾ ന്യൂബോൺ ബേബീസ്, പ്രസവിച്ച ഉടനെയുള്ള കുട്ടികൾ, ഒരു 3-4 മാസം വരെയുള്ള കുട്ടികളെ ഉറക്കത്തിന്റെ അവേഴ്സ് പറയുകയാണെങ്കിൽ അവർ 18 മണിക്കൂർ ആണ് സാധാരണയായിട്ട് ഉറങ്ങേണ്ട സമയം. അതേപോലെ 4 മാസം മുതൽ 12 മാസം വരെയുള്ള, അതായത് 1 വയസ്സ് വരെയുള്ള കുട്ടികൾ മിനിമം 12 മണിക്കൂർ ഉറങ്ങേണ്ടതുണ്ട്. മാക്സിമം പോയാൽ അവർ 16 മണിക്കൂർ വരെ ഉറങ്ങണം. അത് അവർ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഉറങ്ങിക്കൊള്ളണം എന്നില്ല. ഒരു 2 hours അല്ലെങ്കിൽ ഒരു 3 hours ഒക്കെ അവർ ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് ഫീഡ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെയാണ് അവരുടെ ആ ഉറക്കം. പക്ഷെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 12 hours to 16 hours കുട്ടി ഉറങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവരുടെ ഉറക്കത്തിന്റെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മണിക്കൂർ മുതൽ 14 മണിക്കൂർ വരെയാണ്.
കുറച്ചും കൂടി 1 വയസ്സ് കഴിയുമ്പോഴേക്കും കുട്ടി 3 മണിക്കൂർ എന്നത് ഒരു 4 മണിക്കൂർ വരെയൊക്കെ ഉറങ്ങാൻ കേപ്പബിൾ ആവും, ബ്രേക്ക് ഇല്ലാണ്ട് ഉറങ്ങാൻ. അത് കഴിയുമ്പോൾ 3 to 5 ഇയേഴ്സിലേക്ക് വരുമ്പോൾ 10 മുതൽ 13 മണിക്കൂർ വരെയാണ് ഒരു കുട്ടി ഉറങ്ങേണ്ടത്. 5 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ സ്കൂളിലൊക്കെ ചേർക്കുക കുട്ടികളെ. അപ്പോൾ സ്വാഭാവികമായിട്ടും പകലുറങ്ങിയിരുന്ന കുട്ടികള് ആ ഉറക്കം കുറയുന്ന ഒരു പ്രവണത കാണാറുണ്ട്. പക്ഷെ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികള് നമ്മൾ കൃത്യമായിട്ടും 9 മണിക്കൂർ ഉറക്കേണ്ടതുണ്ട്. മാക്സിമം 12 മണിക്കൂറാണ് ഉറക്കേണ്ടത്, മിനിമം ഒരു 9 മണിക്കൂറെങ്കിലും നമ്മൾ ഉറക്കേണ്ടതുണ്ട്. ഒരു 6 വയസ്സ് കഴിഞ്ഞ കുട്ടി പഠനത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ ഉറക്കത്തിന്റെ അവേഴ്സ് കുറയുകയാണ്. അവിടെ മുതലാണ് അക്കാഡമിക് ലെവലിലേക്ക് കടക്കുന്ന കുട്ടിയുടെ ഉറക്കം കുറയുന്ന പ്രവണത കണ്ടുവരുന്നത്. അതുപോലെ തന്നെ 13 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഉറക്കത്തിന്റെ സമയം എന്ന് പറയുന്നത് 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെയാണ്. ചില നമ്മൾ ഈ ന്യൂ ബോൺ ബേബീസ് ആണെങ്കിലും 4 to 1 ഇയർ വരെയുള്ള ബേബീസ് ആണെങ്കിലും 1 to 2 ഇയേഴ്സ് വരെയുള്ള ബേബീസ് ആണെങ്കിലും ഒക്കെ ചില കുട്ടികളിൽ നമ്മൾ കാണാറുണ്ട് തീരെ അവര് ഉറങ്ങാതെ കരഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥ. ചെറിയ കുട്ടിയാണ് എങ്കിൽ നമുക്ക്, ഇപ്പൊ ന്യൂ ബോൺ ബേബീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ രാത്രി അവര് ഭയങ്കരമായിട്ട് കരയും. ചെറിയ കുട്ടിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, പാൽ ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ചിലപ്പോ അമ്മമാർക്ക് മുലപ്പാലിന്റെ കുറവ് കാരണം കുട്ടിക്ക് വിശപ്പ് ക്ഷമിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടി മൂത്രം കറക്റ്റ് പാസ് ചെയ്യുന്നുണ്ടോ, വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്തിട്ട് വെക്കുക. ഇനി പാല് കുറവായ അമ്മമാർക്ക് അറിയാം, നമുക്ക് പാരലായിട്ട് കൊടുക്കുന്ന ഫുഡൊക്കെ ഉണ്ട് കുട്ടികൾക്ക്, വേണമെങ്കിൽ അത് ചെയ്യാം. അതുപോലെ 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് രാത്രി കുറച്ച് ഒന്ന് ഹെവി ആയിട്ടുള്ള ഫുഡുകൾ തന്നെ കൊടുക്കുക. അതേപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നന്നായിട്ട് കൊടുക്കുക. ഇപ്പോഴത്തെ ഈ ചൂടിലൊക്കെ കുട്ടികൾ വിയർത്ത് പോവുകയാണ്, പ്രത്യേകിച്ചും രാത്രി കറണ്ട് കട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യം വെള്ളം കൊടുക്കുക. രാത്രി മൂത്രം പാസ് ചെയ്യും എന്നുള്ള റീസൺ ഒന്നും വെച്ചിട്ട് കുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്നതിൽ ഒരിക്കലും പിശുക്ക് കാണിക്കാതിരിക്കുക. പിന്നെ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ സ്ലീപ്പ് റൊട്ടീൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മുതിർന്നവരുടെ പണി കഴിഞ്ഞിട്ട് കുട്ടിയെ ഉറക്കാം എന്നൊരിക്കലും വിചാരിക്കരുത്. കുട്ടിയെ ഒരു കൃത്യസമയത്ത് ഉറക്കുക, അതേപോലെ തന്നെ കൃത്യസമയത്ത് എഴുന്നേൽപ്പിക്കാനും നോക്കുക. കുട്ടിയെ നേരത്തെ ഉറക്കി നേരത്തെ എഴുന്നേൽപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. രാവിലെ ഉണരുന്നത് നേരത്തെ ആയിക്കഴിഞ്ഞാൽ കുട്ടി ആ പ്രഭാത കാര്യങ്ങളൊക്കെ, പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ, ആ ഒരു സൂര്യൻ ഉദിച്ചു വരുന്നതും അതിന്റെ ആ ഒരു സമയത്തെ കിളികളുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടി അറിയുന്നതിന് കുട്ടി നേരത്തെ എഴുന്നേൽക്കുക തന്നെ വേണം. പലപ്പോഴും കുട്ടികൾ നേരം വൈകി ഉറങ്ങുമ്പോൾ ഈ നേരത്തെയുള്ള കാഴ്ചകൾ കുട്ടികൾ കാണുന്നില്ല, സറൗണ്ടിങ്സ് അവര് കാണുന്നില്ല, അതിനെ അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ കുട്ടികൾ എപ്പോഴും നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്നതാണ് നല്ലത്. ഞാൻ അതുപോലെ പറഞ്ഞിരുന്നു, 5 വയസ്സിന് താഴെ നിർബന്ധമായിട്ടും കുട്ടികൾ 8 മണിയാവുമ്പോഴേക്കും ഉറങ്ങാൻ ശ്രമിക്കുക. ഇനിയിപ്പോ 5 വയസ്സിന് മുകളിലുള്ള കുട്ടിയാണെങ്കിൽ തന്നെ ഒരു 9-10 മണിയാവുമ്പോഴേക്ക്, 10 മണി മാക്സിമം, 10 മണിക്ക് മുന്നേ തന്നെ ഉറക്കുക. ഇനി നമ്മൾ കണ്ടുവന്നിട്ടുള്ള വേറൊരു സംഭവമാണ്, പ്രസവിച്ച ഉടനെ ഒക്കെ കുട്ടികളെ കെടുത്തി ഉറക്കുന്ന സമയത്താണെങ്കിലും റൂമിൽ അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ ലൈറ്റ് ഇട്ട് വെക്കുന്ന ഒരു രീതി. പലപ്പോഴും കുട്ടികൾക്ക് കുട്ടീനെ കാണാൻ വേണ്ടി, കുട്ടീന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലൈറ്റ് ഇട്ട് വെക്കുന്നത്.
വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത റൂമിലോ അല്ലെങ്കിൽ വളരെ ഡിമ്മായിട്ടുള്ള ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് കുട്ടീനെ നമ്മൾ ആ ഒരു ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസിയേഷൻ, രാത്രിയും പകലും തമ്മിൽ ഒരു വേർതിരിവ് അവരെ അറിയിച്ചു കൊടുക്കേണ്ടത് നിർബന്ധം തന്നെയാണ്. രാത്രിയിൽ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് രാത്രി എന്താ പകൽ എന്താ എന്നുള്ളത് അവർക്ക് അറിയാത്ത രീതിയിൽ ആക്കി തീർക്കാതിരിക്കുക. അതേപോലെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇപ്പൊ 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മുതൽ 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ തൊട്ട് നമുക്ക് അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാം. 1 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ അവരായിട്ടൊരു ഹെൽത്തി ഇന്ററാക്ഷൻ, അവര് നല്ല രീതിയിൽ ആക്ഷൻസ് ഒക്കെ കാണിച്ച് കുട്ടികൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ രീതിയിൽ കുട്ടികളെ കേൾക്കുക. നമ്മൾ ഈ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിരിക്കും കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് പറയുന്നത്. ചിലപ്പോൾ ആ ദിവസം നടന്ന കാര്യങ്ങൾ, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നമ്മളായിട്ട് ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പൊ അതൊക്കെ കേൾക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് അവര് പറയുന്നതൊക്കെ ദയോട് കേട്ട് അതിന് വേണ്ട റിപ്ലൈ കൊടുക്കുക. പിന്നെ അതേപോലെ വളരെ മസ്റ്റായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യമാണ് ഉറങ്ങുന്നതിന്റെ 2 മണിക്കൂർ മുന്നെങ്കിലും ഗാഡ്ജറ്റ്സ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളത്. ഈ ഗാഡ്ജറ്റ്സ് എന്ന് പറയുമ്പോൾ മൊബൈല്, TV, ലാപ്ടോപ്പ് എല്ലാം പെടും. ഇത് ഒഴിവാക്കുന്നത് നമുക്ക് നല്ല സുഖകരമായ ഉറക്കം കിട്ടാൻ, മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അത് വളരെ നല്ലതാണ്. അതിൽ നോക്കി അതിൻ്റെ ഒരു ബ്ലൂ ലൈറ്റ് ഒക്കെ അടിച്ച് നമ്മളെ ന്യൂറോ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നതിലും നല്ലത് ബെറ്റർ ആ 2 മണിക്കൂർ മുന്നേ തന്നെ ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഭക്ഷണശേഷം കുട്ടികൾക്ക് ഒരിക്കലും ഗാഡ്ജറ്റ്സ് കൊടുക്കാതിരിക്കുക. നമ്മൾ ഈ രാത്രിയും പകലും ഒരുപോലെ കരഞ്ഞ് ഉറങ്ങാത്ത കുട്ടികളുണ്ട്. അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, നോട്ടീസ് ചെയ്യേണ്ടതാണ്. കാരണം ഈ അപസ്മാരം ഉള്ള കുട്ടികൾ, ഒന്ന് പറയുകയാണെങ്കിൽ അപസ്മാരമുള്ള കുട്ടികളായിരിക്കും. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും, നമുക്കറിയാൻ പറ്റും. പക്ഷെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കുട്ടികൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് അത് പറയാനും അറിയില്ല, നമുക്കറിയില്ല. അപ്പൊ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കിട്ടേണ്ട കാര്യമാണ്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ കുട്ടികൾ കരയാതിരിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ മാനസികമായ വെല്ലുവിളിയാണ്. മറ്റൊന്ന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതേപോലെ തന്നെ നമ്മൾ ഉറക്കത്തെ എപ്പോഴും റെഗുലർ ആയിട്ട് കൊണ്ടുപോവുക. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉറങ്ങുന്നതിനും എഴുന്നേൽക്കുന്നതിനും സെയിം ടൈം നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് അന്ന് സ്കൂളില്ലല്ലോ, അപ്പൊ എന്നാ കുറച്ചും കൂടി കിടന്നോട്ടെ, അല്ലെങ്കിൽ നാളെ സ്കൂളില്ലല്ലോ അപ്പൊ കുറച്ച് ലേറ്റ് ആയിട്ട് ഉറങ്ങിക്കോട്ടെ, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. കറക്റ്റ് ആ റൊട്ടീനിൽ പോവാൻ ശ്രമിക്കുക. പിന്നെ ഉറങ്ങിയിട്ട് ഇല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കുട്ടികളിലാണെങ്കിൽ ഇൻഅറ്റൻഷൻസ് ഉണ്ടാവും, ഹൈപ്പർ ആക്റ്റീവ് ആവും, ഹൈപ്പർ ടെൻഷൻസ് വരും. അതേപോലെ തന്നെ കൂടുതൽ ഉറങ്ങിയാലും പ്രശ്നങ്ങളുണ്ട് കേട്ടോ. കൂടുതൽ വെച്ചാൽ നമ്മളിപ്പോ ഈ പറഞ്ഞ ഹവേഴ്സിനേക്കാൾ കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാലും കുട്ടികളിലാണെങ്കിലും ഒബീസിറ്റി, ഡയബറ്റിക്സ്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു മിതമായ രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുക. നമുക്ക് ഒക്കെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ടൈം ഫിക്സ് ചെയ്തിട്ട് അത് കൂടുതൽ നേരത്തെ ആവരുത്. കട്ട് ചെറിയ വരുന്നുണ്ടല്ലോ. കുട്ടികളുടെ ഇപ്പോഴോ സർ? ഓക്കെ ഓക്കെ ഓക്കെ, ഏതുവരെ കേട്ടു? ഓക്കെ.
എങ്ങനെ നമുക്ക് സ്ലീപ്പിംഗ് പ്രോബ്ലംസിനെ അവോയ്ഡ്, അതായത് ഉറക്കം കിട്ടാത്ത ആ ഒരു അവസ്ഥയെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നോക്കുകയാണെങ്കിൽ, നമ്മൾ എപ്പോഴും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സമയം ക്രമീകരിക്കുക, ഉറങ്ങാനും എഴുന്നേൽക്കാനും. അതൊരിക്കലും നേരത്തെ ആവരുത്, ഒരിക്കലും വൈകിട്ടും ആവരുത്. ചെറിയ കുട്ടികൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കൈകാലുകളൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ റോംബറുമാരിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത്, അതുപോലെ ഡയപ്പേഴ്സ് ഒക്കെ കറക്റ്റ് ക്ലീൻ ചെയ്ത് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അതേപോലെ നമ്മൾ കിടത്തുന്ന സ്ഥലവും ഒക്കെ നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആക്കി വെച്ച് അവർ ഉറക്കി കഴിഞ്ഞാൽ അവർക്ക് നല്ല ഉറക്കം കിട്ടും. അതുപോലെ പറഞ്ഞിരുന്നു, ചെറിയ കുട്ടികൾക്ക് വയറ് നിറച്ച് വിശപ്പ് മാറുന്ന രീതിയിൽ ഫുഡ് കൊടുക്കണം. എന്നാൽ വലിയ കുട്ടികളാവട്ടെ, അവർക്ക് അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തികട്ടി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു അരവയർ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഉറങ്ങുന്ന സമയം ഉറക്കത്തിലേക്ക് പോകുമ്പോൾ പിന്നെ അത് മറ്റു കളികളിലേക്ക് പോവാതെ നോക്കുക. ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുക, ആ സമയത്ത് പിന്നെ കളിച്ച് നടക്കാനോ അല്ല കളിയെ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും പാടില്ല. ചെറിയ കുട്ടിയാണെങ്കിലും കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിലും ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുക, ആ കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ ശ്രമിക്കുക. ഗാഡ്ജറ്റ്സ് ഒക്കെ ഒഴിവാക്കി മൊബൈലിൽ കളിക്കുകയാണെങ്കിലും TV കാണുകയാണെങ്കിലും ഒക്കെ ഒഴിവാക്കി കറക്റ്റിന് ഉറങ്ങുക എന്നുള്ളത്. ഈ കുട്ടികൾക്ക് രാത്രി ഉറക്കം കിട്ടാത്ത കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ വൈകിട്ട് നന്നായിട്ട് കളിപ്പിക്കുക. അവരുടെ എനർജി പരമാവധി കളയുന്ന രീതിയിൽ ഉള്ള ഫിസിക്കൽ ഗെയിംസിൽ അവരെ കളിയിൽ ഏർപ്പെടുത്തി അവരെ അത്രയും കളിപ്പിക്കുക. അപ്പൊ അവരത്രയും ടയേർഡാവും. എന്നിട്ട് ആ കുട്ടികള് പിന്നെ നമ്മൾ ഫ്രഷ് ആക്കി മേലൊക്കെ കഴുകി ഉറങ്ങുന്നതിന് മുന്നേ ക്ലീൻ ആക്കി അവർ അപ്പോൾ ഉറക്കത്തിലേക്ക് അവർ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അവർ ഉറങ്ങും. പിന്നെ അതേപോലെ ഉറങ്ങുന്നതിന്റെ ഒരു 6 മണിക്കൂറൊക്കെ മുന്നായിട്ട് ചോക്ലേറ്റ്, കോഫി, ചായ അതേപോലുള്ള ഫുഡ്, ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുക. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ തണുപ്പും കൂടുതൽ ചൂടും ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഉറങ്ങാൻ സുഖകരം. നമ്മള് ചൂടുകാലാണ്, അപ്പൊ AC ഒക്കെ ഫുള്ളിലിട്ട് വെച്ച് കിടക്കുകയാണെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ കറണ്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ട്. AC ഒന്നും ഇല്ലാത്ത വീടുകളിൽ കറണ്ട് പോകുന്ന ഒരവസ്ഥയിൽ ചൂടെടുത്ത് അപ്പോഴും കുട്ടികൾക്ക് ഇപ്പൊ ഈ ഉറക്കിന്റെ ഒരു പ്രശ്നം വരുന്ന ഒരു മെയിൻ ടൈമാണ് ഇപ്പം എന്ന് പറയാം. പിന്നെ ഒരിക്കലും നമ്മൾ കിടക്കുന്ന റൂമിൽ TV വെക്കാതിരിക്കുക. ചില വീടുകളിലൊക്കെ ബെഡ്റൂമിനകത്ത് TV കാണാറുണ്ട്. ഇപ്പോൾ പാരൻസ് കുട്ടികളെ ഉറക്കാൻ കിടക്കുകയാണെങ്കിലും പാരൻസ് ചിലപ്പോൾ TV കാണുകയോ അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുകയോ ഒക്കെ ആയിരിക്കും. അത് ചെയ്യാൻ പാടില്ല. അവര് ഉറങ്ങുന്ന സമയത്ത് പാരൻസും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഈ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന സ്പേസ് ഒരിക്കലും ബെഡ്റൂം ആവരുത്. ബെഡ്റൂം കറക്റ്റ് ഉറങ്ങാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. അതേപോലെ ചില നമ്മള് പണിഷ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് കുട്ടികളെ നീ എന്നാ അവിടെ പോയിരിക്കുക എന്നൊക്കെ പറയുന്ന, കുറച്ചേരം നീ അവിടെ പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ചിലപ്പോൾ നമ്മൾ മാറ്റിയിരുത്തും. അതൊരിക്കലും ബെഡ്റൂമിലാവരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് കിടക്കാൻ നേരത്ത് അതിന്റെ ഓർമ്മകൾ തികട്ടി വന്നിട്ട് അത് അവരുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ആക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബെഡ്റൂം എപ്പോഴും ഉറങ്ങാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ചില കുട്ടികൾക്ക് കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇപ്പൊ പാരൻസിന് തന്നെ അവിടെ അടുത്തൊന്നും പോയി കിടക്കാൻ ചിലപ്പോൾ പാരൻസ് ബിസി ആവുക, അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാവാം. ഏറ്റവും ബെറ്റർ പാരന്റ് കൂടെ ഉള്ളത് തന്നെയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് പില്ലോസ് അല്ലെങ്കിൽ ടെഡി ബിയർ അങ്ങനെയൊക്കെ കൊടുക്കുക. പിന്നെ അതേപോലെ നല്ല മെലഡി താരാട്ട് പാട്ടുകളൊക്കെ വെച്ച് കൊടുക്കാം. ഏറ്റവും ബെറ്റർ പാടിക്കൊടുക്കുന്നതാണ്. പക്ഷെ പാരന്റിന് കഴിയുന്നില്ല എങ്കിൽ മ്യൂസിക് ഇല്ലാത്ത നമ്മളെ വോയിസ് മാത്രമായിട്ടുള്ള പാട്ടുകളൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ കുട്ടികൾ ഉറങ്ങിയോ എന്ന് ശ്രദ്ധിക്കണം. അവർ ഉറങ്ങുന്നതാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അവരോട് തന്നെ ചോദിക്കുക, നീ ഉറങ്ങിയോ എന്ന് ചോദിക്കുക. കുട്ടികൾക്ക് ഉറക്കാൻ
കിട്ടാതിരിക്കാനും ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അത് അവർ ഉറങ്ങിയോ എന്നുള്ളത് ചോദിച്ച് ഉറക്കം കിട്ടാത്ത കുട്ടികളാണെങ്കിൽ അവരെ ഒന്നൊരു ചെറിയ രീതിയിലൊക്കെ ഒരു പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കാം. എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ്, നമ്മളെ ഉറക്കത്തിന്റെ സമയമാണ് ഇപ്പൊ, നമുക്ക് ഉറങ്ങാം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ പതുക്കെ പതുക്കെ, കുറച്ച് മുതിർന്ന കുട്ടികൾ കേട്ടോ, അവരെ പതുക്കെ പതുക്കെ ഉറക്കത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സ്നേഹത്തോടെ പെരുമാറുക. എപ്പോഴും ഉറങ്ങുന്നതിന് മുൻപുള്ള ശീലങ്ങള് കൃത്യമായിട്ട് കൊണ്ടുപോവുക. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ച് കുറച്ചു നേരം നടക്കുക, ഇരിക്കുക, എന്താന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നായിട്ട് ടോയ്ലറ്റിൽ പോവും, പല്ല് തേക്കും, കാല് കഴുകും, പിന്നെ നേരെ ബെഡിലേക്ക്. അപ്പൊ ഈ ഒരു റൊട്ടീനാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ സ്ഥിരമായിട്ട് ആ ഒരു റൊട്ടീൻ തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും കുട്ടികൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സന്തോഷത്തോടെ തന്നെ ഉറങ്ങാൻ കിടക്കേണ്ടതുണ്ട്. അതില് പാരൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അവർ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ വേണം ബെഡിൽ ഉറങ്ങാൻ കിടക്കാൻ. കരച്ചിലും ബഹളമൊക്കെ ഒഴിവാക്കാം. അത് നമ്മൾ ഈ ഉറക്കത്തിന്റെ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, അത് ഒരു ഹാപ്പി മൂഡിൽ മാത്രം ഉറങ്ങാനുള്ള ഒരു ഇത് കൂടുതൽ ഉറക്കത്തെ പ്രോത്സാഹിപ്പിക്കും എന്നാണ് പറയുന്നത്. ഉറങ്ങുന്നതിന് 15 മിനിറ്റ് മുന്നേ തന്നെ ഉറങ്ങുന്ന റൂമിലേക്ക് കുട്ടീനെയും കൊണ്ട് പോവാൻ അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ് മുന്നെങ്കിലും പോവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി ഉറങ്ങുന്നതിനേക്കാൾ നല്ലത് കുറച്ച് സമയം നടന്നിട്ടോ ഇരുന്നിട്ടോ, എങ്ങനെയാന്ന് വെച്ചാൽ നടക്കുന്നതാണ് ബെറ്റർ. അങ്ങനെ വേണം ഒരു 10 മിനിറ്റ് എങ്കിലും, 20 മിനിറ്റ് ആണെങ്കിൽ ബെറ്റർ, ഒരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് കുട്ടിയെ നടത്തിച്ചിട്ട് വേണം കിടത്താൻ. പിന്നെ അതേമാതിരി നമ്മളൊക്കെ ചെയ്യുന്ന റിലീജിയസ് ആയിട്ടുള്ള കാര്യമാണ്, ഉറങ്ങുന്നതിന് എഴുന്നേൽക്കുന്നതിനൊക്കെ മുൻപ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, വിശ്വാസപരമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ പ്രാർത്ഥന പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. പ്രാർത്ഥന പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനം ലഭിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു സന്തോഷം ലഭിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതിലൂടെ ഡോപാമൈൻ സെക്രീഷൻസ് കൂടുകയും സന്തോഷം ലഭിക്കുകയും അതേപോലെ തന്നെ അതൊരു ഡീപ്പ് സ്ലീപ്പ് ലഭിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ കൃത്യസമയത്ത് ഉറങ്ങാനും എഴുന്നേൽക്കാനും ഒക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതുമാണ്. കുട്ടികൾ അതേപോലെ തന്നെ കൃത്യമായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്ത്, നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ അവർ സഹകരിച്ച് നമ്മുടെ കൂടെ തന്നെ അവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തതിനനുസരിച്ച് അവരും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് അവർക്ക് കൂടുതൽ അവർ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കുക. അപ്പോൾ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് കൂടുതൽ ഉറങ്ങാനും ശ്രമിക്കും. എന്തായാലും കുട്ടികളുടെ ഉറക്കം കൃത്യമായിട്ടും നിരീക്ഷിക്കുക. ഉറക്കം വളരെ പ്രധാനമാണ്. മെന്റലി ഫിസിക്കലി ഒക്കെ ഉറക്കം വളരെ ഗുണം ചെയ്യുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഉറക്കത്തെ പറ്റിയാണ്. ഇതിനിടയിൽ നമ്മൾ വളരെ കുറച്ച് ഉണരുമ്പോഴുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഉണരുമ്പോഴുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഉണരുമ്പോൾ പ്രാർത്ഥനയോട് കൂടിയിട്ട് തുടങ്ങാം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ഉണരുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ഒരു വളരെ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ എപ്പോഴും നല്ലത് മാത്രം കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക്. രാവിലെ ഒരിക്കലും കുട്ടി എഴുന്നേറ്റ് വരുമ്പോൾ വീട്ടില് ലഹളയോ കലഹോ ഒന്നും ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ, വളരെ സന്തോഷകരമായ അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. അത് പാരൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതേപോലെ കുട്ടികൾ ബെഡിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ ചിലപ്പം പാരൻസ് കിച്ചണിലോ അല്ലെങ്കിൽ പുറത്ത് മുറ്റത്തോ, അങ്ങനെ ഫാദേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ മുറ്റത്തോ എന്തെങ്കിലും ഗാർഡനിങ്ങിലോ, അല്ലെങ്കിൽ അമ്മമാരാണെങ്കിൽ കിച്ചണിലോ, അങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവുക. അപ്പൊ അവര് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരൊന്ന് ജസ്റ്റ് ഹഗ് ചെയ്യുക, എണീറ്റോ മോൻ എണീറ്റോ, എന്നിട്ട് ചിലപ്പോൾ അവർക്ക് അന്നത്തെ സ്വപ്നങ്ങൾ എന്തെങ്കിലും കഥകളൊക്കെ പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കുക. എപ്പോഴും നമ്മൾ കുട്ടികളെ കേൾക്കണം.
അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കേട്ട് ജസ്റ്റ് കേട്ടാൽ മതി. എന്നിട്ട് ചെറിയ രീതിയിൽ ഒരു നർച്ചറിങ് ആയിട്ട് നല്ലൊരു പാരന്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നർച്ചറിങ് ആയിട്ടുള്ള പാരന്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ശരി, ഇനി മോന് പോയിട്ട് അല്ലെങ്കിൽ മോള് പോയിട്ട് പല്ല് തേക്ക്, നിന്റെ ഇന്ന കാര്യങ്ങൾ ചെയ്യാന്ന് പറയാം. അല്ലാതെ ഒരിക്കലും എണീറ്റ് വരുന്ന കുട്ടിയോട് നേരെ ചാടി കടിച്ചിട്ട് പോയി പല്ലേച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തേ എന്നൊക്കെ പറയാതെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അവരുടെ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യേണ്ടതിന് നമ്മൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കണം. അതേപോലെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക. പിന്നെ കഴിയുമെങ്കിൽ നമ്മൾ കുട്ടിയുടെ അടുത്ത് പോയി കിടന്ന് അവനെ ഉണരാൻ നേരമായി അല്ലെങ്കിൽ അവൾ ഉണരാൻ നേരമായി എന്ന് ഏകദേശം അറിയുന്ന സമയത്ത് ഒരു 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതിന് താഴെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും അതിന് മുകളിലുള്ളവരും ഇഷ്ടപ്പെടുന്നുണ്ടാവാം. എന്നാലും 12 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ ഒന്ന് കെയർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ തന്നെ അവരിത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ നമ്മൾ ആ ഉറങ്ങുന്ന സമയം, ആ എഴുന്നേൽക്കുന്ന സമയത്തേക്ക് നമ്മൾ അവരുടെ അടുത്ത് പോയി കിടന്ന് അവരുടെ അടുത്ത് കിടന്ന് അവരെ ഒഴിഞ്ഞ് അല്ലെങ്കിൽ അവരെ ഒന്ന് കിസ് ചെയ്ത് ആ ഒരു രീതിയിൽ അവരെ ഉണർത്തി കൊണ്ടുവരുന്നത് അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് അവരോട് പറയുക. അവരെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ അവർക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ അവരുമായിട്ട് നടത്തുക. പിന്നെ പോസിറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട്. അത് പാരൻസ്, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പാരൻസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ്. മുതിർന്നവർക്ക് അത് സ്വയം ചെയ്യാവുന്നതുമാണ്. താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വിഷയം കൂടി പറയാം. ഫൈസൽ സർ, സമയം ഓക്കെയാണ്. സമയം ഇനി സംസാരിക്കാനുണ്ടോ? സമയമുണ്ടെങ്കിൽ പോസിറ്റീവ് വിഷ്വലൈസേഷൻ തെറാപ്പി കൂടി പറഞ്ഞു വെക്കാം. ഓക്കെ, അതുകൂടി പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ പോസിറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കുട്ടികൾക്കാണെങ്കിൽ അത് അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ചെയ്തു കൊടുക്കുക. മുതിർന്നവർക്ക് ഇത് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. നമ്മൾ ഉറങ്ങുന്നതിന്റെ തൊട്ട് മുന്നേയും ഉണരുന്നതിന് ശേഷം, അതായത് ആഫ്റ്റർ ആൻഡ് ബിഫോർ സ്ലീപ്പ്, മോർണിംഗ് ആൻഡ് ഈവൻ, അതായത് രാവിലെയും രാത്രിയിലുമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ചെയറിൽ വളരെ സ്റ്റേൺ ആയിട്ട് ഇരിക്കുക, നട്ടല് നിവർത്തിയിരിക്കുക. ഇരുന്നതിന് ശേഷം 3 വട്ടം ഡീപ് ബ്രീത്ത് എടുക്കുക, ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ. അതിനുശേഷം 7 കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള 7 കാര്യങ്ങൾ നമ്മൾ വലിയവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വോയിസ് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കാണെങ്കിൽ അത് പാരൻസിന് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. ആ പറയുന്ന 7 കാര്യങ്ങളിൽ ഒരിക്കലും നെഗറ്റീവ് വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. അതായത് എൻ്റെ മകൻ വികൃതിയുള്ള കുട്ടിയല്ല എന്ന് പറയരുത്. അവിടെ അല്ല എന്നുള്ളതും വികൃതി എന്നുള്ളതും നെഗറ്റീവ് വേർഡ്സ് ആണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത്. എൻ്റെ മകൻ നല്ല കുട്ടിയാണ്, അങ്ങനെ വേണം പറയാൻ. ആ സെന്റൻസ് നമുക്ക് തീരുമാനിക്കാം. 7 സെന്റൻസുകൾ പറയുക, തുടർച്ചയായിട്ട് 21 ദിവസം പറയുക. ട്രൈ ചെയ്ത് നോക്കുക, രാവിലെയും വൈകിട്ടും. ഇതോടുകൂടി നിർത്തുകയാണ്, സമയത്തിന്റെ കുറവുണ്ട്. താങ്ക് യു. വളരെ പലതും അറിയാവുന്നതും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സെക്ഷനിലൂടെ യാത്ര ചെയ്യിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിക്കാതെ പോകുന്നതും അതിന്റെ ഭവിഷ്യത്തുകൾ ഇന്ന് കുട്ടികളും പാരന്റ്സും ഒരുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന്, പോസിറ്റീവായിട്ട് ഉറങ്ങുക, പോസിറ്റീവായിട്ട് ഉണരുക. ടൈം പഞ്ച്വാലിറ്റിയെ കുറിച്ച് ഇവിടെ പറയേണ്ടായി. ഇപ്പൊ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറഞ്ഞു, 7 കാര്യങ്ങൾ അല്ലെ. 7 അഫർമേഷൻ 21 ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ശീലമായി തീരും, അതൊരു ഹാബിറ്റായി തീരും. അതിന്റെ പ്രതിഫലനം അല്ലെ, നമ്മൾക്ക് ആ ചേഞ്ചസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പോസിറ്റീവ് വിഷ്വലൈസേഷൻ,
പിന്നെ പറഞ്ഞ ഭക്ഷണത്തെ കുറിച്ച് പറയുകയുണ്ടായി. അതായത് ഒരു 10 പിന്നെ പറഞ്ഞു 2 മണിക്കൂർ മുമ്പ് നമ്മൾ ആക്ടിവിറ്റീസ് മൊബൈൽ, ഇന്നത്തെ കാലത്ത് മൊബൈലാണല്ലോ. കാരണം കൊറോണ വന്നതോടുകൂടി കുട്ടികൾക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നഴ്സറി സ്കൂൾ തുടങ്ങി, പിന്നെ അങ്ങോട്ട് ഹയർ എഡ്യൂക്കേഷൻ എവിടെ വരെയാണെങ്കിൽ അക്കാഡമിക് തലത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ പാരന്റ്സിന് ഉൾപ്പെടെ മൊബൈൽ ഒരു അത്യാവശ്യ വസ്തുവാണ്. 3 പേരുണ്ടെങ്കിൽ 3 മൊബൈൽ ഉണ്ടായിരിക്കണം, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കുറച്ച് വെക്കണം, മാറ്റി വെക്കണം എന്ന് മാഡം സൂചിപ്പിക്കേണ്ടായിരുന്നു. പിന്നെ സാധാരണ കണ്ടുവരുന്നത് ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ്, പാരന്റ്സ് 2 പേരും തന്നെ ജോലിക്ക് പോകുന്നുണ്ടാവും, അവർക്ക് ജോലികൾ ഉണ്ടാവും, അവരൊപ്പം കിടന്നുറങ്ങും. അപ്പൊ അതും പറഞ്ഞു. ആ ടൈം പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. കാരണം അമ്മയുടെ ഒപ്പമായിരിക്കും മിക്കവാറും കുട്ടികൾ കിടക്കുന്നത്. അപ്പോ അമ്മനെ പ്രതീക്ഷിച്ചുകൊണ്ട് അമ്മനെ വെയിറ്റ് ചെയ്യാതെ അവരെ കിടത്തി ഉറക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരിയൊക്കെ പറഞ്ഞതാണ് കിടക്കുന്ന മുറിയിൽ ബെഡ്റൂമിൽ TV വെക്കാതിരിക്കുക, അതൊരു എന്താ കളിക്കണ ഒരു സ്പേസ് ആക്കി മാറ്റാതിരിക്കുക, അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വളരെ മൈന്യൂട്ടായിട്ടുള്ള നിസ്സാരമെന്ന് കരുതുന്ന ഡേഞ്ചർ ആവുന്ന കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കണം, വളരെ പഴയ കാലത്ത് സൂചിപ്പിച്ച കാര്യങ്ങൾ ഇന്നത്തെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. എന്നാലും അതിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യകതയൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞത് ചെവിയെ കുറിച്ച്, മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന കരച്ചിലൂടെ അവർ സൂചിപ്പിക്കും. ചെവിയാണെങ്കിൽ നമുക്കും അറിയാൻ പറ്റും, മറ്റേ പറയാൻ പറ്റാത്ത കുട്ടികൾക്ക് അത് പറയാൻ പറ്റില്ല എന്നുള്ളത് കരച്ചിലൂടെ സൂചിപ്പിക്കും എന്ന് മാഡം സൂചിപ്പിച്ചു. പിന്നെ പറഞ്ഞ മൊബൈല് വളരെ ശ്രദ്ധിക്കേണ്ട, TV അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. 2 മണിക്കൂർ മുമ്പേ അവരെ കിടക്കാൻ തയ്യാറാക്കുക. പിന്നെ ഈ ടൈം പഞ്ച്വാലിറ്റിയെ കുറിച്ച് സൂചിപ്പിച്ചു. നല്ല മാനസികാരോഗ്യത്തിന് ഉറക്കം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അത് കൂടിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. ഡിപ്രഷൻ ഉണ്ടാവും, ഒബീസിറ്റി ഉണ്ടാവും, അതുപോലെ മെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവും എന്നും സൂചിപ്പിക്കേണ്ടായി. സാധാരണ കുറവാണ് സാധ്യത ഉണ്ടാകണത്, ഉറക്കത്തിൽ കുറവ്. കാരണം അത് വളരെ എനിക്കും ഇന്ന് വരെ അനുഭവിച്ചാണ്. കാരണം എനിക്കൊരു 4:45 തുടങ്ങി ക്ലാസ്സുകളെല്ലാം ഞാൻ ഇത്തിരി വൈകി. ഞാൻ കാരണം ആദ്യം എനിക്ക് നോക്കിയപ്പോൾ 2:30 പിന്നെ ഞാൻ കിടന്നില്ല, കാരണം എന്റെ ക്ലാസ് മിസ്സാവും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉച്ചയായപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വന്നു. അപ്പൊ എനിക്ക് എന്റെ ഉച്ചയുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ കാര്യങ്ങൾ എനിക്ക് അവിടെയും പെൻഡിങ്. എന്തുവാട്ടെ മാഡം ഉറക്കത്തെ കുറിച്ച് വളരെ സൂചിപ്പിച്ചു. അതിനേക്കാൾ ഉപരി വളരെ നോട്ട് ചെയ്യേണ്ടതാണ്, നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചൂസ് ചെയ്യുമ്പോൾ ആ പാരന്റ്സിനെ, അതായത് ബ്രൈഡ് ഗ്രൂപ്പ് സ്ത്രീയെയും പുരുഷനെയും കണ്ട് എത്തുക. പിന്നെ ഒരു കുട്ടിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ വളരെ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് പാരന്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ ഞാനൊരു ഇത്തിരി കൂടി കൂട്ടി പറഞ്ഞു, മാഡം അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ആ സംഗതികളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നു. ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളും അതിൻ്റെ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ കുട്ടികളെ കെയർ ചെയ്യുന്നില്ല. നമ്മൾ കുട്ടികളൊക്കെ വളരെ പൊന്നുപോലെ വളരെ ഇതായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ മൈന്യൂട്ട് കാര്യങ്ങളാണ് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. നല്ലൊരു വണ്ടർഫുൾ സെക്ഷൻ ആയിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ അതിലൂടെ അടങ്ങിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാത്തതാണ് പല പാരന്റ്സിനും കുട്ടികൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ പരിഹാരം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബാബു സാർ. അതേപോലെ തന്നെ താങ്ക് യു റിബിന മാം. ഇറ്റ് വാസ് എ നൈസ് ആൻഡ് ഫ്രൂട്ട്ഫുൾ സെഷൻ. ഉറക്കം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലേ, ഉറക്കം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എത്ര ദിവസം ഉറങ്ങാതെ ജീവിക്കാൻ പറ്റും അല്ലേ? ഒരു ദിവസം നമ്മൾ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ തന്നെ പിറ്റത്തെ ദിവസം നമുക്ക് കൃത്യമായിട്ട് ഒരു ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒരു ക്ഷീണം ഉണ്ടാവും. ഒരു ദിവസം ഉറങ്ങാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഉറങ്ങാതിരിക്കുക, പിറ്റേ ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായിരിക്കും നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ്. പ്രൊഡക്ടിവിറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഉറക്കം വളരെ പ്രധാനമാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകുന്ന വിഷയമായി കഴിഞ്ഞാലും കളിക്കുന്ന വിഷയമായി കഴിഞ്ഞാലും മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ പോകുന്ന സമയത്തൊക്കെ കുട്ടികൾ എത്ര ഉറങ്ങി എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് നയിക്കുന്ന നല്ലൊരു സെഷൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സോ പാർട്ടിസിപ്പൻസിന് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ സെഷന്റെ ഫീഡ്ബാക്കും കൂടി പറയാം. സോ മാക്സിമം ആളുകൾ മൈക്കിലേക്ക് വരിക. സോ പാർട്ടിസിപ്പൻസ് പ്ലീസ്. സാറേ, ഞാൻ സബീർ. സബീർ ഹലോ സാർ. സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. റുബീന മാഡത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള നല്ല കഴിവുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. നല്ല സൗണ്ടും, നെഗറ്റീവ് തോട്ടിൽ എടുക്കരുത്.
കാര്യങ്ങൾ വളരെ വ്യക്തമായി വളരെ വിശദമായി നമ്മുടെ കുട്ടികളെ എങ്ങനെ ശ്രദ്ധിക്കണം, അവരുടെ ഉറക്കത്തെ, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ആരോഗ്യസ്ഥിതിയെ എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാമെന്നൊക്കെ വളരെ വിശദമായി വളരെ നല്ല രീതിയിൽ പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷം കേട്ടതിൽ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ മക്കൾക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ ഈ കുടുംബയോഗം പോലെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ചർച്ചാ വിഷയങ്ങൾ എടുത്ത് ഒരാൾ ഇതിനെക്കുറിച്ചൊന്ന് ഉണർത്തി കൊടുത്താൽ ആ കുടുംബത്തിൽ മൊത്തം അത് മനസ്സിലാവുകയും അവരുടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരികയും ചെയ്യും. പിന്നെ ഈ ആധുനിക കാലഘട്ടത്തില് ഈ പേരൻസ് എല്ലാ കാര്യങ്ങളും അവര് പുസ്തകത്തിൽ നിന്ന് പഠിച്ചാണ് പറയുന്നത്. അതായത് തലമുറ കൈമാറി വരുന്ന പല സംഭവങ്ങളെയും അവര് വളരെ നോർമലായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. എന്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടായ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് ഇപ്പൊ അവർ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവർ അങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ നമ്മുടെ മുൻ തലമുറയുടെ പേരൻസിന് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ ആധുനിക കാലഘട്ടത്തിൽ വരുമ്പോൾ ഇത് ഒരുപാട് ദോഷമായിട്ട് ഈ മാതാപിതാക്കൾക്ക് കുട്ടികളെ അമിത കെയറിങ് ചെയ്ത് അവരിപ്പോ കറക്റ്റ് സമയത്ത് ഉറങ്ങിയില്ലെങ്കിലോ എന്താണ് പ്രശ്നം എന്നുള്ള ഈ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ തന്നെ മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇതൊക്കെ വളരെ നോർമലായിട്ടും ഇന്ന് വലിയ തീവ്രമായിട്ടൊന്നും ഇതെടുക്കാതെ ഇത് വളരെ നോർമലായിട്ട് കാണേണ്ട കാര്യമുള്ളൂ. ഇത് നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പുതിയ ജനറേഷൻ, അതായത് ഇപ്പോഴത്തെ കാലത്ത് പഠിച്ചു വരുന്ന കുട്ടികൾ മാതാപിതാക്കളാകുമ്പോഴുണ്ടാകുന്ന പല സംഭവ വികാസങ്ങളും നമ്മൾക്കറിയാം. അമിത കെയറിങ്ങും അമിതമായ വാത്സല്യവും അതും അല്ലെങ്കിൽ അമിതമായി അവരെ കുട്ടികളെ സംരക്ഷിച്ച് നിലത്തുനിന്ന് നിർത്താതെ പൊടി പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്, വായു മലിനീകരണമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് അമിതമായി റൂമിലിട്ട് അടച്ചു വളർത്തുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഫ്ലാറ്റ് സമ്പ്രദായം വന്നതോടുകൂടി ജനങ്ങളും കുട്ടികളുമായിട്ടുള്ള ആ ടച്ചിങ്, അത് കാരണം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയകാലം പോലെ വാത്സല്യമോ അല്ലെങ്കിൽ നമ്മുടെ അമ്മാവന്മാരെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളെ അവരുമായിട്ടുള്ള റിലേഷൻ കൂടെ ഇതിനകത്ത് കൂടുതൽ ആഡ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാലഘട്ടം വളരെ ചുരുങ്ങി ന്യൂക്ലിയർ കുടുംബത്തിലേക്ക് പോയപ്പോൾ നമ്മുടെ സംസ്കാരം തന്നെ മാറി. നമ്മുടെ കുടുംബത്തിൽ സംസ്കാരം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കുട്ടികൾ കൂടി അത് ഉണ്ടാക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. തീർച്ചയായിട്ടും ആധുനിക കാലഘട്ടത്തിലെ പേരൻസിനെ കൂടെ മനസ്സിലാക്കിയതിനു ശേഷം ഇങ്ങനെയുള്ള ക്ലാസ് കൊടുക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു സിബി സർ. റുബീന മാം എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനോട്? താങ്ക് യു. സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മള് ഗ്രാൻഡ് പാരന്റ്സിന്റെ കാര്യം ഞാൻ ഇതിന്റെ ഇടയ്ക്കൊന്ന് വിട്ടുപോയിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്താണ് പേരക്കുട്ടികൾ പോയി കിടന്ന് ആ രാത്രി സമയം ഉറങ്ങുന്നതിന് മുൻപ് ഒരുപാട് കഥകളും ആ കഥകളിലൂടെയാണ് പിന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ വർദ്ധിക്കുക. പിന്നെ ഒരുപാട് മോറൽ കഥകളായിരിക്കും അവർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ ആ കഥയിലൂടെ ഒക്കെ മാറി മറിഞ്ഞു വരുന്നതൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഞാൻ പോയിന്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. സാറ് പറഞ്ഞപ്പോ ഞാനത് ഓർക്കാണ്. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആകാം, ഫീഡ്ബാക്ക് ആകാം. ഹലോ, യെസ് ഫസില മാം ചോദിക്കൂ. ഞാനൊരു ഫീഡ്ബാക്ക് പോലെ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, നമ്മളിപ്പോ ശരിക്കും മാം പറഞ്ഞത് നമ്മൾ കുട്ടികളോട് ഇങ്ങനെ ഇപ്പൊ ഒരു വെക്കേഷൻ ടൈമിൽ ഇപ്പൊ എല്ലാവർക്കും വരുന്നൊരു സംഭവമാണ്. മക്കൾ കുറേ ലേറ്റ് ആയിട്ട് ഉറങ്ങും, രാവിലെ കുറേ നേരം വൈകി എഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോ നമ്മളിങ്ങനെ വീട്ടിൽ ഞാനിപ്പോ മക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പിന്നെ നമ്മൾ സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിൽ കുറെ ബുദ്ധിമുട്ടും. കാരണം പിന്നെ അവർ നേരത്തെ എഴുന്നേൽക്കൂല, പിന്നെ രാത്രി അവർക്ക് ആ സമയത്ത് ഉറക്കവും വരില്ല. അപ്പൊ ഒരു കറക്റ്റ് ടൈം നമ്മൾ കൊടുക്കാന്നെങ്കിലും ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ശരിക്കും ഞാൻ മക്കളെ ആ സമയത്ത് ഇരുത്തി ഞാൻ കേൾപ്പിച്ചു കൊടുത്തിരുന്നു. പക്ഷെ നമ്മൾ മാത്രം പറയുമ്പോൾ എപ്പോഴും മക്കൾക്ക് പിന്നെ എപ്പോഴും ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു ഫീലിംഗാ വരിക. അപ്പൊ ഒരു പുറമെ ഒരാൾ പറയുമ്പോ അവർക്ക് എന്താ ചെയ്യുക, അത് കാര്യമാണെന്നുള്ളൊരു ഇതിലായി മൈൻഡിൽ ഉണ്ടാവും. അപ്പൊ അതിനെ കേട്ടോണ്ടിരിക്കുമ്പോ അവരെന്നെ പറയാന് നാളെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കും. മക്കളെ ഇരുത്തിയാൽ അവരെ കൂടെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങള്. അപ്പോ അതൊരു കാര്യമാണ്. പിന്നെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോ പിന്നെ പുതിയ ഗ്രാൻഡ് പാരന്റ്സ് അതുപോലെ മക്കളെ കാര്യത്തിൽ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമുക്കൊക്കെ അത് നല്ലൊരു ഗ്രാൻഡ് പാരന്റ്സ് ഇപ്പം കുറച്ച് ഏജ് ഇപ്പൊ 60 ഒക്കെ ആകുമ്പോൾ അവർ വീട്ടിൽ നിന്ന് അധികം പുറത്തു പോകുന്നത് വീട്ടിൽ തന്നെ
ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന പാരന്റ്സ് ആവും. അപ്പൊ അത് കണ്ടിട്ട് കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മക്കൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പോ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ പ്ലംബിങ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പുറമെ ഒരാൾ വിളിക്കാണ്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അവർ ക്യാച്ച് ചെയ്യും. എന്നിട്ട് പിന്നീട് അവരിത് തനിയെ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് അറിയാൻ പറ്റുന്നത് ഇങ്ങനെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഇവര് ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ ഇതൊക്കെ അവർക്ക് കുറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വെറും ഗെയിം അങ്ങനെയുള്ളൊരു ഇതിലൂടെ മാത്രം ഒതുങ്ങുന്ന മക്കൾക്ക് ഇങ്ങനത്തെ ക്രിയേറ്റിവിറ്റീസ് ഒക്കെ കുറെ നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ചില ഗ്രാൻഡ് പാരന്റ്സിന്റെ പ്രശ്നം വെച്ചാൽ ഓവർ കെയറിങ് ഉണ്ടായിരിക്കും. ഒന്നിനും പാരന്റ്സിന് തീരെ അതൊരു പ്രശ്നമാണ് ഇങ്ങനത്തെ കേസിൽ. പിന്നെ മാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മക്കളുടെ ഉറക്കം പറഞ്ഞു. പിന്നെ ഫുഡിന്റെ കാര്യം. ഫുഡ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. മക്കള് വയറ് നിറഞ്ഞാലും അവരെടുത്ത എത്രയാണ് അത്രയും കഴിക്കണം എന്നുള്ളൊരു ഭയങ്കര കണ്ടീഷനാണ് പാരന്റ്സിന് ഉണ്ടാവുക. അപ്പം മാം പറഞ്ഞല്ലോ ഫുഡ് ആവശ്യത്തിന് ചില നമ്മളെ വിശക്കുന്നതിനുള്ള ഭക്ഷണം കൊടുത്ത് മക്കളെ ശീലിപ്പിക്കുക എന്നുള്ളതും ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മക്കൾക്ക് പിന്നെ ഈ ഭക്ഷണം കാണുമ്പോഴേ ഒരു വെറുപ്പാണ് വരിക. അങ്ങനെ കുറെ കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മാം പറഞ്ഞു. ഉറക്കിന്റെ കാര്യം ഞാനിപ്പോ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. കാരണം മക്കളിൽ അത് കേട്ടപ്പോൾ തന്നെ അവർക്ക് ഒരു ഇതായിട്ടുണ്ട്. പിന്നെ അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ ഒരുപാട് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റി. പിന്നെ ചെറിയ മക്കള് 10 മാസമായ കുഞ്ഞുണ്ട്. അപ്പൊ അവന്റെ കാര്യത്തിലും കുറെ നോളജ് അതിലൂടെ അക്വയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഫസ്ല മാം. പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം. നമ്മളിപ്പോ ഒരു 10 മാസമായ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ഫുഡിനോട് ഭയങ്കര ഫുഡ് കൊടുക്കാനൊക്കെ നമുക്ക് കുറെ ബുദ്ധിമുട്ട്, അങ്ങനെ നമ്മൾ എടുത്തിട്ടും കരയിപ്പിച്ചും അങ്ങനെയൊക്കെ വല്ലതും കൊടുക്കുക. അപ്പൊ അതിനെന്തെങ്കിലും എങ്ങനെയാ അവർക്ക് ഫുഡ് സൊല്യൂഷൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരിക്കലും കരയുന്ന കുട്ടികൾക്ക് കുത്തിത്തള്ളി ഫുഡ് കൊടുക്കാതിരിക്കുക. കഴിയുന്നതും അവരെ ആ ഇരുത്തിയിട്ടുള്ള ഒരു പൊസിഷനിൽ ഫീഡ് ചെയ്ത് ശീലിപ്പിക്കുക. നമ്മള് പണ്ടത്തെ ഒരു ശീലമാണ് കാലിൽ കെടുത്തി കൊടുക്കുന്നത്. അത് ചെയ്യാതെ ഇരുത്തിയിട്ട് വേണം കുട്ടീനെ സ്പൂൺ വെച്ചോ കൈവച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ അത് ആ ഇരുന്നിട്ടുള്ള പൊസിഷനിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കുട്ടി അതിനോട് യോജിച്ച് വരും. അവരിങ്ങനെ നമ്മൾ കുറുക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലാവും. ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് കഴിക്കാതെ അങ്ങനെയൊക്കെ ചിലപ്പോ. അപ്പോ ചിലര് പറയും ആ ഒരു വയസ്സ് വരെ പാലന്നെ മതി, അങ്ങനെ അതിന് ചോദിച്ചത്. അപ്പൊ അതിനോട് അവരാവശ്യത്തിന് പറഞ്ഞാൽ കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിഷമമാണ് അവരുടെ ഫുഡ് വിഷപ്പിനായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്താണ്? അത് എപ്പോഴും അമ്മമാരുടെ ഒരു കൺസേൺ മാത്രമാണ്. അവർക്ക് ആവശ്യമുള്ളത് അവർ കഴിച്ചോളൂ. അവരെ വിശപ്പിനുള്ളത് അവർ കഴിച്ചോളൂ. ഒരിക്കലും ഭക്ഷണമുള്ള വീട്ടിലെ കുട്ടികള് അവർക്കൊന്നും സംഭവിക്കില്ല. നമ്മൾ അമ്മമാരുടെ കൺസേൺ മാത്രമാണത്. നമ്മൾ അവരെ കൂടുതൽ ഊട്ടാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് വേണ്ടത് അവര് കഴിക്കും. അപ്പൊ നമ്മൾ അതിലൊരു സമാധാനം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനത് ചോദിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടില് ഞാൻ ഓൾറെഡി അങ്ങനെ ഫുഡ് ഭയങ്കര എന്താ പറയാ നിർബന്ധിച്ച് കമ്പലായിട്ട് കൊടുക്കാത്ത ഒരാളാണ്. അപ്പൊ നമ്മൾക്ക് എപ്പോഴും അതൊരു എന്താ പറയാ അങ്ങനെയല്ല കൊടുക്കണം എന്നുള്ള ഒരു നമ്മള് ജോയിന്റ് ഫാമിലി ആകുമ്പോൾ ഉണ്ടാവുമല്ലോ കുറെ കൺസെപ്റ്റുകൾ. അപ്പൊ അതൊന്ന് ആ ഡൗട്ട് ഞാനൊന്ന് ക്ലിയർ ചെയ്തു. അപ്പൊ അവൻ കഴിക്കുക. അപ്പൊ മക്കളെ പൊതുവെ നമ്മള് ഹെൽത്ത് മതിയല്ലോ, ഒരുപാട് തടിയിൽ കാര്യമില്ലല്ലോ. അതെ അതെ, ഹെൽത്ത് നന്നായിരിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മള് കുട്ടികളെ എപ്പോഴും ഇരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നോക്കേണ്ടത് അവൻ ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ അവൾ ആക്റ്റീവ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. 10 മാസമായ കുഞ്ഞാണ്, പക്ഷെ അവനിപ്പോ നടക്കുന്നുണ്ട്, എല്ലാ ആക്ടിവിറ്റിയും ചെയ്യുന്നുണ്ട്, ഒക്കെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ തടിയില്ല. അപ്പൊ പാരന്റ്സ് ആണല്ലോ, നമ്മൾ പലതിലും കാണാറുണ്ട്, പാരന്റ്സിനാണല്ലോ എല്ലാ പ്രശ്നങ്ങളും അതിന്റെ ഒക്കെ പഴി അടുക്കിട്ട് വരിക. അതനുസരിച്ച അപ്പൊ നമ്മള് പറയുമ്പോ നമുക്കൊന്നും പറയാനില്ല. അദ്ദേഹം ചോദിച്ചത് കുട്ടി ഹെൽത്തി ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് വലിയ കാര്യം. വേറെയുള്ളതൊക്കെ പിന്നെ അങ്ങോട്ട് വെറുതെ വിടുക. ഓക്കെ താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ വളരെ നല്ലൊരു സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാമുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാം. സോ കുട്ടികളുടെ ഉറക്കവും ഉണർച്ചയും എന്നുള്ള ഒരു വിഷയം, ആ വിഷയത്തെ വളരെ മനോഹരമായി തന്നെ ഇവിടെ സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി
മാമോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ മാമിന് പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് മൺഡേ ആണ് നമ്മുടെ ഇനി ട്രെയിനേഴ്സ് ടോക്ക് ഉണ്ടാവുക. സോ അതിൽ കുട്ടികളെ കുറിച്ച് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുട്ടികളുടെ സ്ക്രീൻ ടൈം എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ കുറിച്ച് അഫ്ന മാമാണ് നമ്മളോട് സംസാരിക്കുന്നത്. സോ തിങ്കളാഴ്ച എല്ലാവരും ഉണ്ടാവുക. നമ്മുടെ ഗ്രൂപ്പിലായിരിക്കും ഇതിന്റെ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സോ നിങ്ങളെല്ലാവരും ഗ്രൂപ്പിലുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും പ്രത്യേക സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു എവരിവൺ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. താങ്ക് യു.